യുഎഇയിലെ റോഡുകളിൽ സ്കൂട്ടറുകളിലും മിനി ബൈക്കുകളിലും സഞ്ചരിക്കുന്ന കുട്ടികൾ അപകട സാധ്യത നേരിടുന്നതായി റോഡ് സുരക്ഷാ വിദഗ്ധരുടെ മുന്നറിയിപ്പ്. ചെറിയ വാഹനങ്ങൾ ഡ്രൈവർമാരുടെ ശ്രദ്ധയിൽപ്പെടാത്തതാണ് പലപ്പോഴും അപകടങ്ങൾക്ക് കാരണം. കൃത്യമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്തതും ഗതാഗത നിയമങ്ങളുടെ ലംഘനവും അപകടങ്ങൾക്ക് വഴിവെക്കുന്നതായും റോഡ് സുരക്ഷാ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഇഫ്താറിന് ശേഷമുള്ള സമയങ്ങളിൽ സ്കൂട്ടറുകളിലും മിനി ബൈക്കുകളിലുമായി കുട്ടികൾ കൂട്ടത്തോടെ പുറത്തിറങ്ങുന്ന സാഹചര്യത്തിലാണ് മുന്നറിയിപ്പുമായി സുരക്ഷാ വിദഗ്ധർ രംഗത്തെത്തിയിരിക്കുന്നത്. ഡ്രൈവർമാർ റോഡിലേക്ക് നോക്കിയാലും ചെറിയ വാഹനങ്ങളിൽ വരുന്ന കുട്ടികളെ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ലുക്ക് ബട്ട് ഫെയിൽ ടു സീ എന്ന പ്രതിഭാസമാണ് പലപ്പോഴും അപകടങ്ങൾക്ക് കാരണമാകുന്നതെന്ന് വിദഗ്ധർ പറയുന്നു. കാറുകൾ, ട്രക്കുകൾ തുടങ്ങിയ വലിയ വാഹനങ്ങളെ തിരിച്ചറിയാനാണ് ഡ്രൈവർമാരുടെ മസ്തിഷ്കം കാലങ്ങളായി ശീലിച്ചിരിക്കുന്നത്. അതിനാൽ അപ്രതീക്ഷിതമായി റോഡിലെത്തുന്ന ചെറിയ സ്കൂട്ടറുകളോ മിനി ബൈക്കുകളോ പെട്ടെന്ന് അവരുടെ ശ്രദ്ധയിൽ പതിഞ്ഞെന്ന് വരില്ല. ആ ദിശയിലേക്ക് ഡ്രൈവർ നോക്കുന്നുണ്ടാകാമെങ്കിലും അത്തരമൊരു വാഹനം അവിടെ പ്രതീക്ഷിക്കാത്തതിനാൽ തലച്ചോറിൽ അത് അപകട സൂചനയായി രേഖപ്പെടുത്തില്ലെന്നും റോഡ് സുരക്ഷാ വിദഗ്ധർ പറയുന്നു. സൈക്കിളുകളും മിനി ബൈക്കുകളും ഉപയോഗിക്കുമ്പോൾ കൃത്യമായ സുരക്ഷാ മാനദണ്ഡം പാലിക്കാത്തതും അപകട സാധ്യത വർദ്ധിപ്പിക്കും. വാഹനത്തിന്റെ വലിപ്പക്കുറവിന് പുറമെ കൃത്യമായ ലൈറ്റുകളോ റിഫ്ലക്റ്റീവ് ഗിയറുകളോ ഇല്ലാത്തത് റോഡിലെ ദൃശ്യപരത ഗണ്യമായി കുറയ്ക്കുന്നു. ഇതിനു പുറമെ റോഡ് സുരക്ഷാ നിയമങ്ങളെക്കുറിച്ചുള്ള അവബോധമില്ലായ്മയും പലപ്പോഴും അപകടങ്ങൾക്ക് കാരണമാകുന്നു. റെസിഡൻഷ്യൽ ഏരിയകളിൽ വേഗത കുറവാണെങ്കിലും പാർക്ക് ചെയ്ത കാറുകൾക്കിടയിൽ നിന്ന് കുട്ടികൾ പെട്ടെന്ന് റോഡിലേക്ക് വരുന്നത് വലിയ അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തും. സമാനമായ മുന്നറിയിപ്പ് ദുബായ് പോലീസും കഴിഞ്ഞ ദിവസം നൽകിയിരുന്നു. കുട്ടികൾ ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് നിരീക്ഷിക്കണമെന്നും ഹെൽമറ്റ് ഉൾപ്പെടെയുള്ള സുരക്ഷാ ഉപകരണങ്ങൾ ധരിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണമെന്നും രക്ഷിതാക്കൾക്ക് നൽകിയ നിർദ്ദേശത്തിൽ പോലീസ് വ്യക്തമാക്കി. റിപ്പോർട്ടർ, ദുബായ്. ദുബായ് ഇന്റർനാഷണൽ സിറ്റിയിൽ പണമടച്ചുള്ള പാർക്കിംഗ് സംവിധാനം നിലവിൽ വന്നതോടെ ജീവിതശൈലിയിൽ വലിയ മാറ്റങ്ങൾ വരുത്തുകയാണ് ഇവിടുത്തെ താമസക്കാർ. പലരും തങ്ങളുടെ വാഹനങ്ങൾ വിൽക്കാനും പൊതുഗതാഗതത്തെ ആശ്രയിക്കാനും തുടങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ നിർമ്മാണം പുരോഗമിക്കുന്ന ദുബായ് മെട്രോ ഗ്രീൻ ലൈനിനായി പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ഇന്റർനാഷണൽ സിറ്റി നിവാസികൾ. ഒരു മാസം മുൻപാണ് ഇന്റർനാഷണൽ സിറ്റിയിൽ പണമടച്ചുള്ള പാർക്കിംഗ് സംവിധാനം നിലവിൽ വന്നത്. നേരത്തെ സൗജന്യ പാർക്കിംഗ് ലഭ്യമായിരുന്നപ്പോൾ പലർക്കും ഒന്നിലധികം വാഹനങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അധിക വാഹനങ്ങൾ വിൽക്കുകയാണ് പലരും. പൊതുഗതാഗത സംവിധാനം ഉപയോഗിക്കുന്നവരുടെ എണ്ണത്തിലും വർധനവുണ്ടായിട്ടുണ്ട്. മെട്രോയെ ആശ്രയിക്കുമ്പോൾ ഗതാഗതം, ഇന്ധനച്ചെലവ്, പാർക്കിംഗ് ബുദ്ധിമുട്ടുകൾ എന്നിവയെക്കുറിച്ച് ആശങ്കപ്പെടേണ്ടതില്ലെന്ന് താമസക്കാർ പറയുന്നു. ഓഫീസിലെത്തുന്ന സമയം കൃത്യമായി അറിയാമെന്നതും ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാമെന്നതുമാണ് മെട്രോയെ പ്രിയപ്പെട്ട യാത്രാ സംവിധാനമാക്കി മാറ്റുന്നത്. മെട്രോയുടെ ബ്ലൂ ലൈൻ കൂടി പ്രവർത്തന സജ്ജമാകുന്നതോടെ യാത്രാ ചെലവ് പകുതിയായി കുറയുമെന്നും ജീവിതം കൂടുതൽ ലളിതമാകുമെന്നും ഇവിടുത്തെ താമസക്കാർ കരുതുന്നു. ഇന്റർനാഷണൽ സിറ്റിയെ നഗരത്തിന്റെ മറ്റ് ബിസിനസ് ഹബ്ബുകളുമായും വിമാനത്താവളങ്ങളുമായും ബന്ധിപ്പിക്കുന്നതാണ് ബ്ലൂ ലൈൻ പദ്ധതി. മെച്ചപ്പെട്ട പൊതുഗതാഗത സംവിധാനം വരുന്നതോടെ ഇന്റർനാഷണൽ സിറ്റിയിലെ ഗതാഗത കുരുക്കിനും പാർക്കിംഗ് പ്രശ്നങ്ങൾക്കും ശാശ്വത പരിഹാരമാകുമെന്നും വിലയിരുത്തപ്പെടുന്നു. പാർക്കിംഗ് ഫീസ് നിലവിൽ വന്നതോടെ ഒരു വാഹനത്തിൽ ഒന്നിലധികം ആളുകൾ സഞ്ചരിക്കുന്ന കാർപൂളിംഗ് സംവിധാനത്തിലേക്കും നിരവധി ബാച്ചിലർ താമസക്കാർ മാറിക്കഴിഞ്ഞു. മെട്രോ കണക്ടിവിറ്റി ലഭിക്കുന്നതോടെ പൂർണ്ണമായും പൊതുഗതാഗതത്തിലേക്ക് മാറാനാണ് പലരുടെയും തീരുമാനം. റിപ്പോർട്ടർ, ദുബായ്.